ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടതാണ്. നിമിഷപ്രിയയുടെ ജീവന് $5.5 മില്യൺ വില. ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. കേരള വിഷൻ ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള മധ്യസ്ഥ ചർച്ചകൾ പൂർത്തിയായി. മോചനത്തിന് നൽകേണ്ടത് $5.5 മില്യൺ. ഗോത്രത്തലവന്മാരുമായി ചർച്ച നടന്നത് ആഗോള വ്യവസായി ജേക്കബ് ചെറുവള്ളിലിന്റെ നേതൃത്വത്തിൽ. തീരുമാനം യമനിലെ ഗവർണർമാരുടെ മധ്യസ്ഥതയിൽ. ചർച്ച വിജയമെന്ന് ജേക്കബ് ചെറുവള്ളിൽ. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ക്രമക്കേട് ആരോപണത്തിന് പ്രത്യാരോപണവുമായി BJP. വയനാടും റായ്ബറേലിയും അടക്കം 6 മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്ന് അനുരാഗ് ഠാക്കൂർ. 93,000-ലധികം വോട്ടുകളിൽ സംശയം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാജിവെക്കുമോ എന്നും അനുരാഗ് ഠാക്കൂർ. പൗരത്വം ലഭിക്കും മുമ്പ് സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നും BJP. വോട്ട് ക്രമക്കേട് വിവാദങ്ങളോട് പ്രതികരിക്കാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇത്രയും ചെയ്തതിന് മാധ്യമങ്ങൾക്ക് നന്ദിയെന്ന് പരിഹാസം. തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള നാടകമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ക്രമക്കേട് തെളിയിക്കാൻ വെല്ലുവിളിച്ച് കെ സുരേന്ദ്രൻ. തൃശൂരിൽ BJPയുടെ കമ്മീഷൻ ഓഫീസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാമെന്ന് സുപ്രീം കോടതി. 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനും ഗവർണർക്കും നിർദ്ദേശം. എതിർപ്പില്ല എന്നറിയിച്ച സംസ്ഥാന സർക്കാർ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസിന് തിരിച്ചടി. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായ ഹർജി കോടതി തള്ളി. ഉത്തരവ് എറണാകുളം സബ് കോടതിയുടേത്. കോടതി തീരുമാനത്തെ ബഹുമാനിക്കുന്നുവെന്ന് സാന്ദ്ര തോമസ്. ഫിലിം ചേംബറിൽ മത്സരിക്കുമെന്നും സാന്ദ്ര. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്രത്തിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. സെപ്റ്റംബർ 10 തീരുമാനം അറിയിക്കണമെന്ന നിർദ്ദേശം. അവസാന അവസരമെന്നും കോടതി.